ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഒരു പുത്തൻ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരും ഇന്നേ വരെ ഇങ്ങനെ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരു റെസിപ്പിയാണ്. അപ്പോൾ നേന്ത്രപ്പഴം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ ചായയുടെ കൂടെ ഉണ്ടാക്കാൻ പറ്റില്ല ഒരു വെറൈറ്റി കിഡിലൻ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നേന്ത്രപ്പഴം ഒന്ന് വേവിച്ചെടുക്കണം, പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാൻ ഇത് സ്റ്റീമറിലേക്ക് 4 നേന്ത്രപ്പഴം ഇതുപോലെ നന്നായിട്ട് കഴുകിയിട്ട് നേരെ പീസായിട്ട് 2 പീസായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എത്രത്തോളം നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കുന്നോ അത്രത്തോളം ഈ ഒരു സ്നാക്കിന് ടേസ്റ്റ് കൂടും കേട്ടോ, നല്ല ഭംഗിയുള്ള കളറും കിട്ടും. അതിനുശേഷം ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക. എല്ലാവർക്കും പുഴുങ്ങിയെടുക്കാൻ അറിയാലോ, ഒരു 5-8 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പഴം അവിടുന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ചെറിയൊരു ഫില്ലിങ് റെഡിയാക്കി വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പാനിലേക്ക് ഏകദേശം 2-2.5 ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 6 kg ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു വലിയ തേങ്ങ മൊത്തത്തിൽ ചിരകി എടുത്തിട്ടുണ്ട്. അതായത് കപ്പളവ് പറയുകയാണെങ്കിൽ 3.25 കപ്പ് ഉണ്ട് കേട്ടോ ഈ ഒരു തേങ്ങ എന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണേ. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ നമ്മൾ തേങ്ങ പണ്ടം വറുത്തെടുക്കുമല്ലോ നമ്മൾ കുഞ്ഞിക്കൽത്തപ്പത്തിനൊക്കെ വേണ്ടിയിട്ട്, അതേ രീതിയിലാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ ഒരു പഞ്ചസാരയും തേങ്ങയൊക്കെ കൂടി മിക്സ് ആക്കുമ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായി ആ ഒരു വെള്ളം ഒന്ന് വറ്റി കുറച്ചൊന്ന് ഡ്രൈ ആയി വരണം കേട്ടോ. അതുവരെ ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടെ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കുക, തേങ്ങ ഒരുപാടായിട്ട് ഉണങ്ങി ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ക്രിസ്പ് ആവാനേ പാടില്ല. തേങ്ങ നല്ല സോഫ്റ്റ് വേണം, എന്നാൽ തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടും വേണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്, ഒന്നങ്ങ് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഞാൻ എടുത്തിട്ടുള്ള തേങ്ങയുടെ അളവിൽ 1/2 കപ്പ് കടലപ്പരിപ്പാണ് കേട്ടോ, കറക്റ്റ് അളവാണ്. ഇത് ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് 2 വിസിലടിച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്, കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലുള്ള പരിപ്പാണ് കേട്ടോ വേണ്ടത്. അതായത് നമ്മൾ വടക്ക് ഉപയോഗിക്കുന്നില്ല, ആ ഒരു സെയിം പരിപ്പ് തന്നെ കേട്ടോ. എന്നിട്ട് ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പരിപ്പ് ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല, മൊത്തത്തിൽ കുഴഞ്ഞ പോലെ ആയിപ്പോൾ. അപ്പോൾ ഇതിൽ നിന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിന് തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. 2 വിസിലടിച്ച് ഉടനെ തന്നെ പ്രഷർ ഓഫ് ചെയ്തിട്ട് വിസിൽ പോക്കിയിട്ട് എടുത്താൽ മതി, അല്ലാതെ ഒരുപാട് ടൈം പ്രഷർ പോകുന്നവർ അതിൽ തന്നെ വെച്ചിരിക്കേണ്ട കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. പിന്നെ നിങ്ങൾ കുതിർത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ വിസിൽ കൊണ്ട് തന്നെ റെഡിയാകും കേട്ടോ പരിപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു തേങ്ങയും പരിപ്പും ഒരേ രീതിയിൽ ബാലൻസ് ചെയ്യാൻ കിട്ടണം കേട്ടോ, അതായത് നമുക്ക് കടിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടണം. ഇപ്പോൾ കണ്ടില്ലേ, ഒരുപാട് തേങ്ങയില്ല ഒരുപാട് പരിപ്പില്ല, രണ്ടും ഒരേ രീതിയിലല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എപ്പോഴും എടുക്കാൻ നോക്കട്ടെ ഇതുപോലത്തെ ഫില്ലിംഗ് ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ ലാസ്റ്റ് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയി. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കട്ടെ. ഭയങ്കര സിമ്പിളല്ലേ ഫില്ലിങ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ പഴം മൊത്തത്തിൽ ചൂടാറിയതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് അതിലേക്കൊരു 3/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏകദേശം ഒരു 1/3 കപ്പിൻ്റെ അടുത്ത്, അതായത് 1/4 കപ്പ് മുതൽ 1/3 കപ്പ് വരെയുള്ള അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് മാത്രമേ ഇതിൽ മധുരം ചേർക്കുക, കാരണം ഫില്ലിങ് ഓൾറെഡി മധുരം ഉള്ളതല്ലേ, അതുകൊണ്ട് ഓവർ കൂടി പോവേണ്ട. എന്നിട്ടെല്ലാം കൂടി ചേർത്തിട്ട് ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ വെള്ളമോ പാലോ ഒന്നും ചേർക്കേണ്ട കേട്ടോ ഈ ഒരു ടൈമിൽ. വെറും പഴവും പഞ്ചസാരയും കൂടി അടിച്ചെടുക്കാൻ തന്നെ നല്ല രീതിക്ക് പറ്റിക്കോളും. പിന്നെ ഇതിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അരിപ്പൊടി എന്ന് പറയുമ്പം നോക്കി ചേർക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1 കപ്പ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 പിഞ്ച് ഉപ്പ്, കാരണം ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ റൊട്ടിപ്പൊടിയോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ, പുട്ടുപൊടി മാത്രം എടുക്കേണ്ട, അതിൽ ഏത് അരിപ്പൊടിയായാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ കുഴച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കുഴക്കുന്ന സമയത്ത് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ചേർക്കട്ടെ. അപ്പോൾ ഞാനിത് വീണ്ടും 1/2 കപ്പും കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടി കൂടി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വെള്ളവും പാലൊക്കെ ഒഴിച്ചിട്ട് കറക്റ്റ് പരിവാക്കുമ്പോൾ ഒക്കെ കുറേ ബുദ്ധിമുട്ടല്ല. അതിലും നല്ലത് കുറച്ച് ചേർത്തതിന് നമുക്ക് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ 1/2 കപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടോട്ടൽ 1.5 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്.
അങ്ങനെ ലാസ്റ്റ് ഞാൻ ഒരല്പം നെയ്യും കൂടി കയ്യിലാക്കിയിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ഒട്ടിപ്പിടിക്കാതെ കിട്ടിക്കോളും. ഇത്രയേ ഉള്ളൂ. അഥവാ നിങ്ങളെ കയ്യിൽ നിന്ന് കുറച്ച് അരിപ്പൊടി കൂടിപ്പോയി എന്ന് വെച്ച് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കേട്ടോ. കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് പാലോ ഒഴിച്ചിട്ട് ഒന്നങ്ങ് കുഴച്ചെടുത്താലും മതി. ഓവർ ടൈറ്റ് ആവാനും പാടില്ല, ഓവർ ലൂസ് ആവാനും പാടില്ല കേട്ടോ. നോർമൽ നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കുന്നത് ആ സെയിം കൺസിസ്റ്റൻസി തന്നെ നമ്മളിത് പഴത്തിൻ്റെ ഇടിയപ്പം വെച്ച് ചെയ്തിട്ട് അതിൽ റോൾ ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് കറക്റ്റ് ഇതാ ഈ ഒരു പരുവത്തിൽ മാവ് റെഡിയാക്കി എടുത്തിട്ട് കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇടിയപ്പം ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ സേവനാഴി, അതായത് നമ്മൾ ഇടിയപ്പം മേക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് നോർമൽ നമ്മൾ നൂൽപ്പെട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നില്ലല്ലേ. അപ്പോൾ ഇത് മാവ് നിറച്ച് കൊടുത്ത് നന്നായിട്ട് ടൈറ്റായി അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു രീതിയിൽ ഇടിയപ്പം മേക്കറാണ് ഇട്ടുള്ളത്. ഇതാകുമ്പോൾ പെട്ടെന്ന് പ്രസ് ചെയ്ത് അങ്ങ് പരിപാടി കഴിയുള്ളൂ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതുപോലൊരു വാഴയിലയുടെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതിലേക്ക് ഓയിലോ നെയ്യോ എന്താണോ ഇഷ്ടമുള്ളതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇടിയപ്പം ഒന്ന് വീശിയെടുക്കണം. അപ്പോൾ വീശിയെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ ഇടിയപ്പം വട്ടത്തിൽ ചുറ്റിച്ചെടുക്കല്ലേ ചെയ്യുക. ഇത് നീളത്തിൽ ചുറ്റിച്ചെടുക്കണം കേട്ടോ. അതായത് നമുക്കിത് റോൾ ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓവർ വീതിക്കില്ലാണ്ട് നീളത്തിലായിട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഓവർ കട്ടി വേണമെന്നൊന്നുമില്ല. നമുക്ക് ഫില്ലിങ് വെച്ചതിന് പുറമേ പോകാത്ത രീതിയിൽ ആ ഒരു തിക്നെസ്സിൽ ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ഫില്ലിങ്ങില്ലേ, അത് എത്രത്തോളം നിങ്ങൾക്ക് വേണോ അതിനനുസരിച്ച് അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്താൽ മതി. ഇതുപോലെ മിഡിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം പതുക്കെ ഈ ഒരു സൈഡ് ആദ്യം അങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇല കൊണ്ടൊന്ന് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക, ഫില്ലിങ് പുറമേ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ. ഇനി ആ ഒരു സൈഡ് ഇങ്ങോട്ടേക്കും ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നങ്ങ് ഇല കൊണ്ട് തന്നെ റോൾ ചെയ്ത് വെക്കുക. നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഒന്നിക്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഓരോ ഇലയിൽ റോൾ ചെയ്തിട്ട് വേണ്ടിക്ക് സ്റ്റീം ചെയ്തെടുക്കുക. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, ഒരിലയിൽ തന്നെ എല്ലാം ചെയ്തെടുക്കാനായിട്ട് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ഇല കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, കാരണം ഫില്ലിങ് പുറമേ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഇല ഇതുപോലെ ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കുന്ന സമയത്ത് കണ്ടില്ലേ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫില്ലിങ് ഒന്നും പുറമേ പോകും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ടെൻഷനൊന്നും വേണ്ട, ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് അടുത്തതും ഈ ഇലയിൽ തന്നെ വീശിയെടുത്തിട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോന്ന് റോൾ ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്നാക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഹെവിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സ്റ്റീം ചെയ്തെടുക്കാം. സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റീമറിലേക്ക് ഒരു പീസ് വാഴയില വെച്ചിട്ട് അതിലാണ് ഏട്ട സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ എത്രത്തോളം കൊള്ളുന്നു അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. അട്ടിക്കട്ടിക്ക് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം അങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റേ വേണ്ടുള്ളൂ, കാരണം ഓൾറെഡി പഴം വെന്തയാണല്ലോ. അരിപ്പൊടിയുടെ ആ ഒരു വേവല്ലേ ഉള്ളൂ, അത് പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ബനാന ഇടിയപ്പം റോൾ അല്ലെങ്കിൽ ബനാന നൂൽപ്പെട്ട് റോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ല കാണാൻ തന്നെ, അടിപൊളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ചൂടാറിയതിന് ശേഷം പതുക്കെ എടുത്ത് പ്ലേറ്റിലേക്കും സെർവ് ചെയ്യുക കേട്ടോ. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ വേവിച്ചെടുക്കട്ടെ. അങ്ങനെ ഇതാ നമ്മുടെ ബനാന ഇടിയപ്പം റോൾ അല്ലെങ്കിൽ ബനാന നൂൽപ്പെട്ട് റോൾ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല ഭംഗിയായിട്ട് ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് സെർവ് ചെയ്ത് വെച്ചാലൊക്കെ. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ല, ആ ഒരു ഫില്ലിംഗ് ഒക്കെ കാണാൻ എന്താ ഭംഗി, കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ആ ഒരു ഫില്ലിങ് പരിപ്പൊക്കെ കടിക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ മിക്കവാറും നിങ്ങൾ ആരും ഇങ്ങനെ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കാൻ ചാൻസ് കുറവാണ്, കാരണം ഇത് എൻ്റെതായ രീതിയിൽ ഞാൻ തന്നെ ട്രൈ ചെയ്തിട്ട് സക്സസ് ആയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതാ ഞാൻ ചൂട് ചായയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ പഴം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും എൻ്റെ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്